അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പം ഒരു വീഡിയോ ആയിട്ട് വരുന്നത്, നമ്മൾ ബീൻ ഫാമിലി ഇന്ന് ലൈവിലുണ്ടായിരുന്നു. ലൈവിൽ ബീൻ ഫാമിലി പറയുന്നുണ്ടായിരുന്നു, മസൂറ ഫാത്തിമ ഇത്ര ലക്ഷം രൂപ ടെക്നീഷ്യന് കൊടുത്തിട്ട് അവരുടെ ചാനൽ ഹാക്ക് ചെയ്തു എന്ന്. ഈ ഇരുന്ന് വീഡിയോ ചാസ്റ്റ് എങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ കൊടുക്കുന്നത്? ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തെന്നൊക്കെയാണ് ലൈവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ഗൾഫിൽ നിന്ന് കൊടുത്തവരെയും അതുപോലെ ഈ ചാനൽ പൂട്ടിക്കാനായിട്ട് ക്യാഷ് കൊടുത്തവരെ അറിയാൻ തെളിവ് സഹിതം അവർ പറയാൻ പറഞ്ഞു. നാളെ അവരുടെ ചാനൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? അപ്പം ഇന്ന് ഈ പറഞ്ഞതൊക്കെ ഈ സ്ത്രീ തിരിച്ചെടുക്കൂ? അവർ നമ്മൾ പോയി കമൻറ്റ് ഇട്ടിട്ട് പോലും മറുപടി അവർ പറയുന്നില്ല. അവരുടെ നല്ല കള്ളത്തരമുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തവും തെറ്റുകളാണ്. ആ തെറ്റ് കണ്ടുപിടിക്കുമെന്ന് കണ്ട ഉടനെ തന്നെ എൻ്റെ ചാനൽ ഇന്ന് തന്നെ പോവും, ഞാനിങ്ങനൊരു ചാനൽ തുടങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസൂറ ഫാത്തിമ എന്ന ചാനൽ ഉടമയ്ക്ക് എതിരെയാണ് ഇവർ വന്നിരിക്കുന്നത്. അവർ എനിക്ക് തോന്നുന്നില്ല ഇത്ര ലക്ഷം രൂപ കൊടുത്ത് ചാനൽ ഹാക്ക് ചെയ്യാനൊക്കെയുള്ളൊരു ബുദ്ധി അവർക്കുണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അവർ ലൈവിൽ ഇന്ന് വന്ന് പറഞ്ഞ് എൻ്റെ അവസാന ലൈവായിരിക്കും, ഇനി നാളെ അവർ ഷോർട്സ് ഇടുന്നോ ലൈവ് ഇടുന്നോ ചാനൽ ഉണ്ടായിരിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തോ അവർ വന്ന് പറഞ്ഞു. പിന്നെ നല്ല പോലെ കമൻറ്റ്സ് ഇടുന്നവർക്കൊന്നും ഒരു മറുപടി പറയുന്നില്ല. അവർക്ക് ഈ സ്ത്രീയോടുള്ള അമിതമായ പക അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുപോലെ തന്നെ അവർക്ക് ചാനൽ വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവരെന്തിനാ ഈ ലൈവ് വന്നിരുന്നു? ഇപ്പോൾ തന്നെ ആ പോകുന്നതിൻ്റെ എന്തോരം സങ്കടം അവരുടെ മുഖത്തുണ്ട്. ഇത് വേറെ ആരോ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരുടെ ഈ വൈകൃതമായ സ്വഭാവം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത മറ്റാരോ ആയിരിക്കണം ഇവരുടെ ചാനൽ ഹാക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ഈ മസൂറ ഫാത്തിമയാണ് പറയുന്നത്. അവർക്ക് എന്തായാലും ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് ഇവരുടെ ചാനൽ പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നതിനൊരു മര്യാദയില്ലേ? അവർ ഏതോ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇത്രയും രൂപ തട്ടിച്ചു എന്നൊക്കെ ഇന്ന് ആ വീഡിയോയിലൂടെ ഈ സ്ത്രീ പറയുന്നുണ്ട്. അതൊക്കെ അവർ തെളിവ് സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർക്ക് ചാനലില്ലെങ്കിൽ പോലും അവരുടെ പേര് ഈ മസൂറ ഫാത്തിമക്ക് ചാനൽ ഉടമയ്ക്ക് കേസ് കൊടുക്കാം. ഇവർ തട്ടിച്ചവരുടെ ലിസ്റ്റ് എന്തായാലും ഇവരുടെ കൈ കാണുമല്ലോ. അതുകൊണ്ട് അവർ ആ സ്റ്റേഷനിൽ വരുമ്പം കണ്ടുപിടിക്കാമല്ലോ. അവർ ഈ വളവളാന്ന് സംസാരിക്കാതെ സത്യം കണ്ടെത്താൻ തെളിവുമായിട്ട് വരാൻ പറയണം. നിങ്ങളിത് കേൾക്കാൻ നിങ്ങളിതിന് മറുപടി പറയണം കേട്ടോ. നിങ്ങളുടെ വീഡിയോ എടുത്തു വെച്ച് എനിക്ക് വൈറലാവാനോ ഒന്നുമല്ല, നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് തന്നെ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. നിങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളെ വീട് തിരുവനന്തപുരം തന്നെയല്ലോ, ഇതൊക്കെ നമുക്കും അറിയാം. ഇവരും അത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അവർ നാളെ സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരിയാവും. നിങ്ങളെ ചാനൽ അവർ ലക്ഷങ്ങൾ കൊടുത്ത് ഹാക്ക് ചെയ്തു എന്നവരുടെ പേര് വരുത്തിച്ച് നിങ്ങൾ മുങ്ങി നിങ്ങൾ അടുത്ത ഐഡിയയിൽ വരെ ചാനൽ തുടങ്ങാനുള്ള പദ്ധതിയാണെന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.